സീറോ ഓവറിലേക്ക് വീണ്ടും സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് രാവിലെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചതാണ്. ഇപ്പോൾ അതിന് ചില പുതിയ വികാസങ്ങൾ ഉണ്ടാവുന്നു. സി കൃഷ്ണകുമാർ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുകയും കോടതി തള്ളിക്കളഞ്ഞ പരാതിയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് മീഡിയ വൺ എന്നാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആക്ഷേപം. പക്ഷേ പിന്നീട് നമ്മുടെ റിപ്പോർട്ടർ സാജിദ് അജ്മൽ ആവർത്തിച്ച് ചോദിക്കുന്നു, കോടതി ഉത്തരവിൽ എവിടെയാണ് താങ്കൾക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാതി തീർപ്പാക്കിയത്, അത് തള്ളിക്കളഞ്ഞതെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് പോലീസ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, തനിക്കെതിരായ പരാതി കോടതിയിൽ എത്തിയിട്ടില്ല എന്നതിന് പിന്നീട് സമ്മതിക്കേണ്ടി വരികയാണ്. അപ്പോൾ കോടതി തള്ളിക്കളഞ്ഞത് എന്ന വാദം ആദ്യമേ പൊളിയുന്നു. പോലീസിന്റെ മുമ്പിൽ എത്തിയിട്ട് പോലീസ് എന്തുകൊണ്ട് ആ ആക്ഷേപം പരിശോധിച്ചില്ല എന്നത് വേറെ തന്നെ ചോദ്യമാണ്, വേറെ തന്നെ ഉയർത്തേണ്ട പ്രശ്നവുമാണ്. എൻ്റെ കൂടെ സാജിദ് അജ്മൽ പാലക്കാടും ചേരുന്നു. സാജിദ്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്ത് പറയാനാണ് ശ്രീ കൃഷ്ണകുമാർ വന്നത്? അദ്ദേഹത്തിന് അത് ഫലിപ്പിക്കാൻ പറ്റിയോ? നിഷാദ്, അദ്ദേഹം ചില കോടതി ഉത്തരവുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വന്നത്. ആ കോടതി ഉത്തരവുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റൊന്ന് ഈ ശാരീരികമായി മർദ്ദനവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം പറയാൻ ശ്രമിച്ചത് മീഡിയ വണ്ണിനെതിരെ അപകീർത്തി കേസ് കൊടുക്കും, ഈ കോടതി ഉത്തരവ് തന്റെ കൈവശം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ കോടതി ഉത്തരവ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിനകത്തെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ ഈ ശാരീരികമായി ഒരാളെ മർദ്ദിക്കാൻ, ഞാൻ നിഷാദിനെ മർദ്ദിച്ചാലും അതിൽ ഇടുന്ന വകുപ്പല്ല ഈ ലൈംഗിക പീഡന വകുപ്പ് എന്നുള്ളത്, അത് മറ്റൊന്ന് തന്നെയാണ്. അദ്ദേഹം ഇത് ഈ കോടതി തള്ളിക്കളഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ പോലീസ് ഇതിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് ഇത് തള്ളിക്കളഞ്ഞു, ഇതിൽ കേസെടുത്തിട്ടില്ല, ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ്. ആദ്യം അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ അവിടെ തന്നെ പൊളിയുകയാണ്. പിന്നീട് ഈ പാർട്ടിക്ക് ഈ പരാതി കൊടുത്തത് നേരത്തെ തന്നെ ഈ പരാതി ലഭിച്ചതാണ്, അതിൽ കഴമ്പില്ലെന്ന് പാർട്ടി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ ആര് എന്ത് പരാതി അയച്ചാലും ഓട്ടോമാറ്റിക്കായി അതിന് മറുപടി ലഭിക്കും, അതിനപ്പുറം ഒന്നും തന്നെ ഉണ്ടാവില്ല. താങ്കൾക്കെതിരെ നടപടി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പറയേണ്ടത് താനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം ആദ്യം ഉയർത്തിയ വാദം തന്നെ പൊളിഞ്ഞിരിക്കുന്നു. ഈ ഞാൻ പീഡിപ്പിച്ചു എന്ന് എൻ്റെ വായിൽ നിന്ന് ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. നിഷാദ്, ശരി. ഈ സി കൃഷ്ണകുമാറിനെതിരായിട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന് കിട്ടിയിരിക്കുന്ന പരാതിയുടെ വിശദാംശം ആദ്യം തള്ളിക്കളയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കോടതി ഉത്തരവ് തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിന്റെ പകർപ്പുമായി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാൻ വന്നു. പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കവേ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക പീഡന പരാതി കോടതിയുടെ മുൻപാകെ വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. പോലീസിന് മുൻപാകെയാണ് അത് വന്നത്. പോലീസ് അത് ചാർജ് ഷീറ്റായി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന കാര്യം കൃഷ്ണകുമാർ തന്നെയും സമ്മതിക്കുകയാണ്. അപ്പോൾ പോലീസ് എന്തുകൊണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അല്ല സാജിദ്, ആ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ പരാതി പോലീസിന് മുൻപാകെ വന്നിരുന്നോ? പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ഈ കാര്യത്തിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടോ? അത് വിശദമായി എടുക്കേണ്ടതുണ്ട്. ഇത് 2014 ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസ്. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ അത് ഉൾപ്പെട്ടിരുന്നോ എന്നുള്ളത് നമുക്ക് പ്രാഥമികമായി ഈ ഇരയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒരു വിശദമായ അന്വേഷണം കൂടി നടത്തേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് കോടതി തന്നെ തീർപ്പാക്കിയ കേസ് എന്നുള്ളതാണ്. അത് നമ്മൾ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത് എന്നാണ്. പിന്നീടാണ് ഈ പോലീസാണ് ഇത് തള്ളിക്കളഞ്ഞത്. പോലീസ് ഈ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം ഈ സിവിൽ കേസ് മാത്രം നിലനിർത്തിക്കൊണ്ട്, സ്വത്ത് തർക്ക കേസ് മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റേത് തള്ളിക്കളയുകയായിരുന്നു എന്ന ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ ഇരയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് അങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ അത്ര വേഗത്തിൽ ലൈംഗിക പീഡന പരാതി പോലീസ് തള്ളിക്കളയാനുള്ള ഒരു സാധ്യത കുറവാണ്. എന്തായാലും അദ്ദേഹം ഈ കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണ് എന്നൊരു വാദം ഉയർത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് തുടക്കത്തിൽ തന്നെ പോലീസിന് മുമ്പിൽ വന്നിട്ടുള്ളത് 2014 ഇത് സംബന്ധിച്ച ഈ സിവിൽ കേസുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് മുന്നിൽ വന്നത്.